Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ 12ാമത്തെ ചാപ്റ്ററാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് അല്ലെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ബാധ്യതകൾ എന്താണ് ആ കോൺട്രാക്റ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് അതിനിടയ്ക്ക് സംഭവിക്കുന്ന ആ കോൺട്രാക്റ്റ് വോയിഡായി പോകുമ്പോഴൊക്കെ എന്താണ് നമുക്ക് എന്താണ് ആ കോൺട്രാക്റ്റ് എന്തായിപ്പെടും അത് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അല്ലെ കോൺട്രാക്റ്റ് വേണ്ട എന്നുള്ള രീതിയിലുള്ള അവസ്ഥ വരുമല്ലോ. അപ്പോൾ എന്താണ് ഈ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആ വ്യക്തികൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും കോൺട്രാക്റ്റ് തീരുമ്പോൾ മാത്രമല്ല അതിനിടയ്ക്കും ചിലപ്പോൾ എന്താണ് ഈ വ്യക്തികൾക്ക് എന്താണ് ഈ ബാധ്യതകളിൽ നിന്ന് കിട്ടും ഒരു മോചനം കിട്ടും. അതിൻ്റെ പേരാണെന്ത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ് ആദ്യം തന്നെ. വാട്ട് ഈസ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്? എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസിൽ നിന്നാണ് മോചനം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. അപ്പോൾ നമുക്ക് ആ കോൺട്രാക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ എന്താണ് വി ആർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ കോൺട്രാക്റ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്. എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുക എന്താണ് അയാൾ ആ ഒബ്ലിഗേഷൻ അതായത് അതിൽ ബാധ്യതകൾ ചെയ്യാതിരിക്കേണ്ട അവസ്ഥ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് മോഡ് ഈസ് ബൈ പെർഫോമൻസ്. അതായത് വ്യക്തികൾ അവർക്ക് തന്ന കടമകൾ കൃത്യമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ രണ്ട് പേര് അവരുടെ കടമകൾ ശരിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് കഴിഞ്ഞു. So by performance of the contract, the one person will be discharged from the contract. When the parties to a contract fulfill their obligations arising under the contract within the time and manner prescribed, it is known as discharge by performance. അപ്പോൾ അതിനാണ് എന്ത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയാം. വ്യക്തികൾ എന്താണ് അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ആസ് ഡിസ്ചാർജ് ബൈ ഒബ്ലിഗേഷൻ. ദെൻ ദർ ഇസ് ഡിസ്ചാർജ് ബൈ അഗ്രിമെൻറ്റ്. മറ്റൊരു എഗ്രിമെൻ്റ് വരുന്നു. രണ്ട് പേര് തമ്മിൽ എന്താണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ഇടയ്ക്ക് അവർ വേറൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് മറ്റൊരു എഗ്രിമെൻ്റ് ഇവർ തമ്മിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ് ദെൻ അപ്പോൾ ഒരു പറഞ്ഞ പുതിയ എഗ്രിമെൻ്റ് പ്രകാരം എന്താണ് ഈ കോൺട്രാക്റ്റ് അസാധുവാകുകയും പുതിയ എഗ്രിമെൻ്റ് നിലവിൽ വരികയും ചെയ്യും. സോ എന്താണ് ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ആദ്യം പറഞ്ഞ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യാൻ അവർക്ക് എന്തില്ല ബാധ്യതയില്ല. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഒബ്ലിഗേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇഫ് ഓൾ പാർട്ടീസ് ടു എ കോൺട്രാക്ട് മ്യൂച്വലി അഗ്രി ടു റീപ്ലേസ് ദ കോൺട്രാക്ട് വിത്ത് എ ന്യൂ വൺ ഓർ annul or remit or alter it, then it leads to discharge of the original contract due to mutual agreement. ഓക്കെ, അപ്പോൾ അതിൽ എഗ്രിമെൻ്റ് പ്രകാരം ഒരു നിലവിൽ ഒരു കോൺട്രാക്റ്റ് നമ്മൾ പറയാം. അപ്പോൾ എഗ്രിമെൻ്റ് മുഖാന്തരം ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യുക അതിനെ അനൽ മീൻസ് അതിനെ ക്യാൻസൽ ചെയ്യുക. അനൽ മീൻസ് ക്യാൻസലാണ്. റെമിറ്റ് ചെയ്യുക, അതിനെ അവസാനിപ്പിച്ചു എന്ന് പറയാം. അതിനെ ഓൾട്ടർ ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക പുതിയൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റ് ഇനി ചെയ്യേണ്ട കാര്യമില്ല, അത് മാറ്റം വരുത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ കോൺട്രാക്റ്റ് ഒറിജിനൽ കോൺട്രാക്റ്റ് മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം രണ്ട് പേരും ദേ ആർ ഡിസ്ചാർജ് ഫ്രം ദ ഡ്യൂട്ടീസ് ഓർ ദ ഒബ്ലിഗേഷൻസ് ഫ്രം ദാറ്റ് കോൺട്രാക്റ്റ്. അവർ ആ കോൺട്രാക്റ്റിൽ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിസ്ചാർജിലേക്ക് വഴിവെക്കും. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് ഭാവിയിൽ ആ കോൺട്രാക്റ്റിൻ്റെ ബാധ്യതകൾ അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ പറയാം? ഒന്ന് നോവേഷൻ എന്നാണ്. അപ്പോൾ നോവേഷൻ മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കോൺട്രാക്ട്. നോവേഷൻ എന്ന് വെച്ചാൽ പുതിയൊരു സംഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് പേര് തമ്മിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റ് വെച്ച് പുതിയൊരു എഗ്രിമെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ നോവേഷൻ എന്നുള്ളതാണ്. നോവേഷൻ മീൻസ് അത് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. റീപ്ലേസിങ് ആൻഡ്
എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്. ദെൻ എന്താണ് റെസിഷൻ ആണ്. റെസിഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ക്യാൻസലിങ് എ കോൺട്രാക്ട്. അപ്പോൾ നോവേഷൻ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിനെ പുതുക്കുക, പുതിയ ഒബ്ലിഗേഷൻസ് കൊണ്ടുവരിക, പഴയ ഒബ്ലിഗേഷൻസിന് മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ എന്താണ് ഇത് കോൺട്രാക്ട് തന്നെ ക്യാൻസൽ ചെയ്യുന്ന എഗ്രിമെൻ്റ് ആണ് റെസിഷൻ എന്ന് വെച്ചാൽ. റെസിഷൻ റിസൾട്ട് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് ദ കോൺട്രാക്ട്. എ കോൺട്രാക്ട് ക്യാൻ ബി റിസൈൻഡഡ്. റെസിഷൻ്റെ എന്താണ് ഒരു പാസ്റ്റ് ടെൻസ് ആണിത്. റിസൈൻഡഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് മീൻസ്. അപ്പോൾ എങ്ങനെയാണ് റെസിഷൻ ചെയ്യുക, നിലവിലുള്ള കോൺട്രാക്റ്റ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്ന് വെച്ചാൽ ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. പാർട്ടീസിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ബൈ എഗ്രീവ്ഡ് പാർട്ടി. എന്താണ് എഗ്രീവ്ഡ് പാർട്ടി എന്ന് വെച്ചാൽ ബൈ എഗ്രീവ്ഡ് പാർട്ടി എന്ന് വെച്ചാൽ എന്താണ് ബാധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, അതായത് കോൺട്രാക്റ്റ് മൂലം ആർക്കെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്തെങ്കിലും ടൈം ഡിലേ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് അപ്പോൾ ഒരു എഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയും. എന്തെങ്കിലും തരത്തിൽ ബാധിക്കപ്പെട്ട പാർട്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് ഫെയിലിയർ ടു പെർഫോം ഒബ്ലിഗേഷൻ. കൃത്യമായ സമയത്ത് ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കോൺട്രാക്റ്റ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്താണ് രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ദ കോൺട്രാക്ട് വിൽ ഗെറ്റ് ഡിസ്ചാർജ് ഓർ ദ പ്രോമിസർ ഓർ പ്രോമിസി മൈറ്റ് ഗെറ്റ് ഡിസ്ചാർജ് ഓഫ് ദ കോൺട്രാക്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്ത് ഓൾട്ടറേഷൻ. ഇനി ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾട്ടറേഷൻ ഓഫ് കോൺട്രാക്ട് മേ ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഓൾട്ടേർഡ് ബൈ ദ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. അപ്പോൾ ഒന്ന് രണ്ട് പേര് തമ്മിൽ എന്താണ് ചേർന്നിട്ട് പുതിയൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു. നിലവിലെ കോൺട്രാക്റ്റിൽ ഓൾട്ടറേഷൻ പുതിയ പുതിയ സംഗതികൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒന്നോ ഒന്നിലധികമോ ടേംസ് എന്നാണ് ആ കോൺട്രാക്റ്റിലൊക്കെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിലവിലെ ഒബ്ലിഗേഷൻസിൻ്റെ സ്വഭാവം മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് റെമിഷനാണ്. റെമിഷൻ മീൻസ് എന്താണ് ആക്സെപ്റ്റൻസ് ആണ് ഓഫ് ബൈ ദ പ്രോമിസ് ഓഫ് എ ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോമിസ് മെയ്ഡ്. അതായത് എന്താണ് ഒരു പ്രോമിസ് പറഞ്ഞിട്ട് എന്താണ് റെമിഷൻ എന്ന് വെച്ചാൽ ഒരു പകുതി വരെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത്ര മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കോൺട്രാക്ട് അവസാനിപ്പിക്കുകയാണ് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട്. കുറച്ചെങ്കിലും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ലോണൊക്കെ അടച്ച് ലോണിനൊക്കെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചെങ്കിലും അടച്ച് കഴിഞ്ഞാൽ പിന്നെ ലോൺ വേവർ ചെയ്യുക. വേവർ ചെയ്യുന്ന വെച്ചാൽ ലോൺ എഴുതി തന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ റെമിഷൻ ഓർഡറിൽ വരുന്നതാണ്. കുറച്ചെങ്കിലും മറ്റേ ആൾ അടച്ചിട്ടുണ്ട്, ഇനി ബാക്കി അടയ്ക്കാൻ നിവർത്തിയില്ല, ഇൻസോൾവെൻ്റ് ആയി പോവാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ നേരത്തെ അങ്ങനെ ചെയ്യും. അപ്പോൾ അതാണ് റെമിഷൻ എന്ന് വെച്ചാൽ. ഒന്ന് വേവറാണ്. വേവർ ഓഫ് കോൺട്രാക്ട് ക്യാൻ ഹാപ്പൻ ഇഫ് ദ പാർട്ടി ഡെലിബറേറ്റ്ലി ഫെയിൽസ് ടു ടേക്ക് certain actions or take a positive act to waive the terms of the contract. ഒരു കോൺട്രാക്റ്റിലെ ടേംസ് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് വേവർ സംഭവിക്കുകയെന്ന് വെച്ചാൽ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ആ സംഗതികൾ നടന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് ഈ ഇൻഷുറൻസിലൊക്കെ അങ്ങനെ പല കാര്യങ്ങളും വരും അല്ലെ. നമ്മളെന്താണ് ഇത് കോൺട്രാക്റ്റിൽ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് മുൻകാല അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രഷർ, ഷുഗർ അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്താണ് ആ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെന്താണ് മരണപ്പെട്ട ശേഷം ആ സംഗതി അറിഞ്ഞാൽ അപ്പോൾ എന്താണ് കോൺട്രാക്റ്റിലെ ടേംസ് ലംഘിക്കപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റിൽ എന്താണ് വേവറായും. അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഇദ്ദേഹത്തിനോ കൊടുക്കേണ്ട എന്താണ് ഈ പറയുന്ന ഇൻഷുറൻസ് തുക കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എന്താണ് ദേ വിൽ ഗെറ്റ് ഡിസ്ചാർജ് ഓഫ് ദ കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ അതാണ് വേവർ എന്ന് വെച്ചാൽ. പിന്നെ മെർജറാണ്. മെർജർ എന്ന് വെച്ചാൽ എന്താണ് അത് കോമ്പിനേഷൻ ഓഫ് 2 or more റൈറ്റ്സ് ഓഫ് വൺ കോൺട്രാക്ട്. അപ്പോൾ ഒന്നിലധികം എന്താണ് അവകാശങ്ങൾ ഒന്നിക്കുക, അല്ലെങ്കിൽ കോൺട്രാക്റ്റിലെ ഒന്നിലധികം അവകാശങ്ങൾ ഒന്നിച്ച് ഒന്നാക്കി മാറ്റുക. അതാണ് എന്ത് മെർജർ എന്ന് വെച്ചാൽ. അതും മറ്റൊരു എഗ്രിമെൻറ്റ് പ്രകാരം ചെയ്യാൻ പറ്റും. രണ്ട് സമയങ്ങളായിട്ട് രണ്ട് കാര്യം ചെയ്യുന്നതിന് ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് തുകകളെ ഒരുമിച്ച് കൊടുക്കുക. ഒരു ഇന്ന സമയത്ത് ഒരു തുക ഒരു സമയത്തും ഒരു തുക മറ്റൊരു സമയത്തും കൊടുക്കണമെന്ന് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് എന്താണ് മൊത്തത്തിലുള്ള തുക ഒരു ഡേറ്റ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് മെർജ് ചെയ്തിട്ട് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ബൈ എഗ്രിമെൻറ്റ് വഴി എന്താണ് നമ്മളിത് ഡിസ്ചാർജ് ചെയ്യുന്നത്. ആദ്യം പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വെച്ചാൽ കോൺട്രാക്റ്റ് എന്താണ് രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ആയി. പിന്നെ എഗ്രിമെൻറ്റ് പ്രകാരം നോവേഷൻ, റെസിഷൻ, ഓൾട്ടറേഷൻ, റെമിഷൻ, വേവർ, മെർജറാണ്. പിന്നെ ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ചില പെർഫോമൻസുകൾ എന്താണ് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആയിരിക്കും. അത്തരം കേസുകൾ എന്താണ് അപ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോസിബിൾ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഡിസ്ചാർജ്. പാർട്ടീസ് എന്താണ് ഡിസ്ചാർജ് ഫ്രം ദ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ അതിൽ if it is impossible for any of the parties to the contract to perform their obligations, then the impossibility of the performance lead to discharge of the contract. അപ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോവുക ചെയ്യാം. ഒന്ന് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ആണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് ഒരു കോൺട്രാക്ട് ഇമ്പോസിബിൾ ആവുകയാണെങ്കിൽ അത് നോൺ ആവാം, അത് അൺനോൺ ആവാം. അപ്പോൾ എന്താണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുക ചെയ്യാം. പിന്നെ സബ്സീക്വൻ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണ്. ചില കോൺട്രാക്റ്റുകൾ എന്താണ് പിന്നീട് ഇമ്പോസിബിളായി തീരും. ഓക്കെ, അത് നിയമം മാറുന്നതിനനുസരിച്ചാണ് ഇമ്പോസിബിലിറ്റി വരിക. അപ്പോൾ ഫിസിക്കലി പറ്റുന്ന ഇമ്പോസിബിലിറ്റി അല്ല, നിയമം മൂലമുള്ള ഇമ്പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ എന്താണ്
ഇപ്പോൾ ചൈന ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് നമ്മൾ ഇന്ത്യൻസും ചൈനീസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന് വെച്ചാൽ. പെട്ടെന്ന് ഒരു യുദ്ധം പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ ശത്രു രാജ്യമായിട്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ്, അത് പെട്ടെന്ന് ഇമ്പോസിബിൾ ആയിത്തീരും. അങ്ങനെ സബ്സീക്വൻ്റ് അല്ലെങ്കിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീസും when the performance of the contract is possible at the time of formation but subsequently becomes impossible due to some event which is beyond the control of the parties, this is called subsequent or supervening impossibility. അപ്പോൾ ഒന്നുകിൽ എന്താണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി, ആദ്യം ഇമ്പോസിബിൾ ആയിരിക്കും, അത് അറിയാത്തതായിരിക്കാം അല്ലെങ്കിൽ അറിയുന്നതായിരിക്കാം. പിന്നീട് വരുന്ന ഇമ്പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, നാലാമത്തത് ബൈ ലാപ്സ് ഓഫ് ടൈം. നമ്മൾ സമയം കഴിഞ്ഞു പോയാൽ എന്താണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവും. The Limitations Act 1963 prescribes a specified period for performance of a contract. If the promisor fails to perform and the promisee fails to take action within this specified period, then the latter cannot seek remedy through law. It discharges the contract due to the lapse of time. അപ്പോൾ ഒരാൾ ഒരു സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇന്ന സമയത്തുള്ള ചെയ്താൽ അല്ലേ, നമ്മളിപ്പോൾ ഈവൻ ചില പിസ്സ കമ്പനികളൊക്കെ പറയുന്നത് ഇന്ന സമയത്തുള്ള കിട്ടിയാൽ 30 മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ 30 മിനിറ്റിൽ കിട്ടുമ്പോൾ മാത്രം പാർട്ടി പൈസ കൊടുത്താൽ മതി. അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പൈസ എന്തായാലും കൊടുക്കും നമ്മൾ. പക്ഷേ 5 മിനിറ്റ് നേരം വൈകിയാൽ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ പറയുന്നത് എന്താണ്, അതിനുശേഷം കൊണ്ടുവരാണെങ്കിൽ എന്താണ്, അത് ആ എംപ്ലോയിൻ്റെ പോരായ്മയാണ്, അയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്ന രീതിയിലാണ് വരിക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ലാപ്സ് ഓഫ് ടൈം വരുമ്പോൾ എന്താണ്, ഒരു പാർട്ടിക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റേ പാർട്ടി എന്താണ്, ഹീസ് ഡിസ്ചാർജ് ഫ്രം the promise or the obligation. പിന്നെ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇഫ് എ പാർട്ടി ടു എ കോൺട്രാക്ട് fails to perform his obligation according to the time and place specified, he is said to have committed a breach of contract. The breach of contract may be of two type. അതായത് ഒരു സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്തിനുള്ളിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, അപ്പോൾ അത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്, കോൺട്രാക്റ്റിന് ലംഘനമാണ്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, രണ്ട് തരം, അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഡിസ്ചാർജ് നടക്കും, മറ്റേ പാർട്ടിക്ക് എന്താണ് ഈ പറഞ്ഞ ഒബ്ലിഗേഷൻ വരുന്നില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വരുന്നത്. ഒന്ന് ആക്ച്വൽ ബ്രീച്ച് ആണ്. ഓക്കെ, അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് രണ്ട് തരത്തിലാണ്. ഒന്ന് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടേക്ക് പ്ലേസ് when a party to a contract refuses or fails to perform its obligation when it is due. അപ്പോൾ ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ആണ്, ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ എന്താണ്, ശരിക്കും എന്താണ് കൃത്യമായ ഡേറ്റിന് ഒരു ഡ്യൂട്ടി കൃത്യമായിട്ടൊരു കോൺട്രാക്റ്റിൽ പറഞ്ഞ ഡ്യൂട്ടി ഒബ്ലിഗേഷൻ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ആ ചെയ്യുന്ന സാധനം കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക, അത് തെറ്റിച്ച് ചെയ്യുക. അപ്പോൾ എന്താണ് ആക്ച്വൽ ബ്രീച്ചായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് മറ്റേ പാർട്ടിയിൽ നിന്നാണ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു, കോൺട്രാക്റ്റിൽ നിന്ന് കോൺട്രാക്റ്റ് തള്ളിപ്പോയല്ലോ. പിന്നെ അടുത്ത എന്താണ് ആൻറ്റിസിപ്പേറ്ററി ആണ്. It occurs when the promiser declares his intention of not performing the promise before the time for the performance is due. The consequence of anticipatory breach is treat the whole contract as broken and claim for damages, wait for due date and hold that the other party responsible for all consequences of non-performance. അപ്പോൾ ഇവിടെ ആൻറ്റിസിപ്പേറ്ററി എന്താണ്, ഒന്ന് ആദ്യമേ ഒരാൾ പറയാണ് എനിക്ക് ഈ കോൺട്രാക്റ്റൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാണ് അടുത്ത ദിവസം എനിക്ക് ഈ കോൺട്രാക്റ്റ് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് അതിന് വേണ്ട ഡാമേജസ്, നമുക്കൊന്ന് നഷ്ടം നികത്താൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്താണ് മറ്റേ ആൾക്കെതിരെ കേസിന് പോവുകയും ചെയ്യാം. ഓക്കെ, അതാണ് ആൻറ്റിസിപ്പേറ്ററി. ആദ്യം പറയാണ്, മറ്റെന്താണ് ആൻറ്റിസിപ്പേറ്ററി ആദ്യം പറഞ്ഞു വെച്ചിട്ട് എന്താണ് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ പോരെ. ഒന്നെന്താണ് ആദ്യം തന്നെ കേസിന് പോവുക, അത് അയാൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ, മറ്റേതെന്താണ് ആ ഡേറ്റ് വരെ നോക്കുക. ഡേറ്റ് കഴിഞ്ഞിട്ട് അത് സാധനം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എന്താണ് രേഖ കോടതി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തെളിവായിട്ട് എന്ത് പോകാം, ആ കോൺട്രാക്ട് നടന്നിട്ടില്ല, അപ്പോൾ വിൽ ഗെറ്റ് ഡിസ്ചാർജ് ഫ്രം ദ കോൺട്രാക്ട്. നമുക്ക് പിന്നെ ചെയ്യേണ്ട ബാധ്യത നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, മറ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്താണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ. എന്താണ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീസ് ഇസ് നോൺ ആസ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അറിയാത്ത ഇമ്പോസിബിലിറ്റീസ്. ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയാണ്. രണ്ട് രാജ്യക്കാർ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ഈ രണ്ട് രാജ്യം തമ്മിൽ പെട്ടെന്ന് എന്താണ് അതിതീവ്രമായ യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്താണ് ഈ രണ്ട് പേർക്കും പിന്നെ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും, കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്താണ് ഇമ്പോസിബിൾ ആയി തീരും. അപ്പോൾ അങ്ങനത്തെ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ പേരാണെന്ത്, അപ്പോൾ നമ്മുടെ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ,
അതാണ് എന്ത് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ. കേസസ് ഓഫ് സൂപ്പർവീനിങ് ഓർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരിക എന്നുള്ളതാണ്. ദ കേസസ് ഓഫ് സൂപ്പർവീനിങ് ഓർ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ, എ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ബൈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഇൻ ദ ഫോളോയിങ് കേസസ്. അതിൽ ഫസ്റ്റ് ആണ് എന്ത് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്ടിന്റെ സബ്ജക്ട് മാറ്റർ, ഇപ്പോൾ നമ്മൾ പറയാണ് നമ്മുടെ കയ്യിൽ ഒരു വേൾഡ് ഫേമസ് പെയിന്റിംഗ് ഉണ്ട്, അത് എത്രയോ വിലയ്ക്ക് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കാനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പെട്ടെന്ന് ആ പെയിന്റിംഗ് നഷ്ടപ്പെട്ടു മീൻസ് ചിലപ്പോൾ അത് കത്തിപ്പോവാം, അതിന് എന്തെങ്കിലും വെള്ളപ്പൊക്കം വന്ന് നശിച്ചു പോവാം, അല്ലെങ്കിൽ അത് ആരെയും മോഷ്ടിച്ചു പോവാം. അങ്ങനെയൊക്കെ എന്താണ് ദ സബ്ജക്ട് മാറ്റർ ഇസ് ഡിസ്ട്രോയിഡ്. അങ്ങനെ വരുമ്പോൾ എന്താണ് പിന്നെ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ അസ് ടു ഫുൾഫിൽ ദ പ്രോമിസ്. അപ്പോൾ എന്താണ് ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് അല്ല, അത് നമ്മളെ പ്രോമിസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊരു പ്രീച്ച് വരികയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുന്നു, നശിച്ചു പോകുന്നു. ഈവൻ റോബറി പോലും നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന നേരത്തെ എടുത്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇഫ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എ കോൺട്രാക്ട് സബ്സീക്വന്റ് ടു ഇറ്റ്സ് ഫോർമേഷൻ ഇസ് ഡിസ്ട്രോയിഡ് വിത്തൗട്ട് എനി ഫോൾട്ട് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ്. അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഫോൾട്ട് കൊണ്ടല്ല ഇത് നഷ്ടപ്പെട്ടത് എന്നുള്ളത്. പിന്നെ ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദ പാർട്ടി. അപ്പോൾ ഒന്നുകിൽ മരണമോ അല്ലെങ്കിൽ വ്യക്തിക്ക് പേഴ്സണൽ ഇൻകപ്പാസിറ്റി വരികയാണ്. അപ്പോൾ പ്രോമിസ് റിക്വയറിംഗ് പേഴ്സണൽ സ്കിൽ ആൻഡ് എബിലിറ്റി മേ ബിക്കം ഫിസിക്കലി ഇൻകേപ്പബിൾ of performance by reason of the death or incapacity of the same person. Such impossibility discharges the promiser from liability. അപ്പോൾ ഒരു വ്യക്തിയുടെ അയാൾക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പാട്ടുകാരൻ പെട്ടെന്ന് നല്ല സൗണ്ട് പോയി, പാട്ട് പാടാനും ഒരുപാട് എഗ്രിമെൻറ്റുകൾ, ഒരുപാട് സിനിമകളിലാവട്ടെ ഗാനമേളകളിലാവട്ടെ ഒക്കെ എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻകപ്പാസിറ്റിയാണ്. മരണം അതേമാതിരിയാണ്. ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ അഭിനയിക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ ആളെ മോനെ വിളിച്ച് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. പിന്നെന്താണ് ചേഞ്ച് ഓഫ് ലോ, പെട്ടെന്ന് നിയമം മാറുകയാണ് അല്ലേ. പണ്ട് എന്തായിരുന്നു, നമുക്കിവിടെ കേരളത്തിൽ 90s വരെ ചാരായം അല്ലേ, നമുക്ക് ടോടി കഴിഞ്ഞാൽ ചാരായം, അതായത് വാറ്റ് ചാരായം എന്ന് പറയും. അതാണ് പിന്നെന്ത് മദ്യക്കുപ്പിയിൽ വരുന്നത്. അത് പേഴ്സണലായിട്ട്, അത് പ്രൈവറ്റായിട്ട് ആൾക്കാർക്ക് അത് മാനുഫാക്ചർ ചെയ്യുന്നത് പേഴ്സണലി. പിന്നീട് ഗവൺമെൻറ് അത് നിരോധിച്ചത്. അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് നിയന്ത്രിക്കുകയാണ് ചെയ്തത് പിന്നീട് അത്. അപ്പോൾ അതിനു മുൻപ് അത് സംബന്ധിച്ചിരുന്ന എന്തെങ്കിലും കോൺട്രാക്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബാറോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റായിട്ട് ഇത് കാച്ചുന്ന ആൾക്കാരോ തമ്മിലുണ്ടെങ്കിൽ നിയമം മാറിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നീക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിയമം മാറിയാലും ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ വരും എന്നുള്ളതാണ്. ദെൻ ഡിക്ലറേഷൻ ഓഫ് വാർ ആണ്. യുദ്ധം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു പല കോൺട്രാക്റ്റുകളും പെൻഡിങ് ആയി പോകും. പല രാജ്യങ്ങളിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് സാമ്പത്തികമായിട്ടും ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ വരും. ഇനി കേസസ് വെയർ ഡോക്ട്രീൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഈസ് നോട്ട് അപ്ലിക്കബിൾ. ചില കേസസിൽ ഈ ഡോക്ട്രീൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് തടി തപ്പാൻ പറ്റില്ല. ഒന്ന് ഡിഫിക്കൽട്ടി ഇൻ പെർഫോമൻസ് ആണ്. A contract which is not discharged by the reason to the fact that the performance is more difficult, more expensive and less profitability than the agreed at the time of formation. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ ഒരു വളർന്നു വരുന്ന ഒരു നടനാണെങ്കിൽ അയാളെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അയാൾ തൊട്ടടുത്തൊരു സിനിമ ചെയ്യുന്നതോടുകൂടി സൂപ്പർ സ്റ്റാർ ആവുമെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ സിനിമ അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, ഈ ശമ്പളം പോരാ, ഞാൻ സ്റ്റാറായി, എനിക്ക് കൂടുതൽ ശമ്പളം വേണം എന്ന് പറയുകയാണെങ്കിൽ ഡോക്ട്രീൻ ഓഫ് സൂപ്പർവീൻ ഇമ്പോസിബിലിറ്റിയിൽ വരില്ല. അയാൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്, എനിക്കിത് ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ എന്തായാലും ആദ്യം പറഞ്ഞ കോൺട്രാക്ട് പ്രകാരം ആ ഒരു സിനിമ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിഫിക്കൽട്ടി നോക്കിയിട്ട് ഇപ്പം ലാഭകരമല്ല, ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്നു, പെട്ടെന്ന് അതിന് വില ഇടിയുന്നു, ഇനി വേണ്ട, ഇപ്പോൾ വില ഇടിഞ്ഞ് നിൽക്കുകയാണ്, വില കൂടുമ്പോൾ മതി എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് വാങ്ങണം. പിന്നെ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി ആണ്. ഇതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി. പെർഫോമൻസ് കനോട്ട് ബി എക്സിക്യൂട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി സച്ച് ആസ് നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഒരു ഇന്ത്യക്കാരൻ പറയുന്നു. മൊബൈൽ ഫോൺ ഇവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി, അതിൻ്റെ മദർ ബോർഡ് അടക്കം ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഇവിടെ ഇല്ല. അപ്പോൾ അതില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇയാൾ പറയുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് അറിവില്ല, അത് ഇവിടെ ഇല്ല എന്നുള്ളത് അയാൾക്ക് അറിവില്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾ ചൈനയിൽ നിന്ന് ഈ സാധനം വാങ്ങി ഇവിടെ എത്തിച്ചു കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് ചെയ്യുന്ന ഫാക്ടറീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് മൊബൈൽ ഫോൺ അസംബിൾ ചെയ്യുന്ന കമ്പനികൾ ഇവിടെ ഉണ്ട്, അല്ലാതെ നിർമ്മിക്കുന്ന കമ്പനികൾ അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ എന്തില്ല, നമ്മുടെ ഇന്ത്യയിലില്ല.
അപ്പോൾ അതില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഇവർ എന്ത് ചെയ്യേണ്ടി വരും, അത് വിദേശത്ത് നിങ്ങൾ ഇറക്കി കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് അത് ഇവിടെ റോ മെറ്റീരിയൽ കിട്ടുന്നില്ല, അതിൻ്റെ പ്രൊഡക്ഷനില്ല, അതിന് ലേബറില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അത് ഇമ്പോസിബിലിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമില്ല. പിന്നെ ഈ സ്ട്രൈക്ക്, ലോക്കൗട്ട്, സിവിൽ ഡിസ്റ്റർബൻസ്, കലാപങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താണ് കോൺട്രാക്റ്റിനെ ബാധിക്കാൻ പാടില്ല. അത് മറ്റൊരു ദിവസത്തേക്ക് എന്താണ് നമ്മൾ ഡേറ്റ് ഡിലേ കൊടുക്കണം. പിന്നെ ഡിഫോൾട്ട് ഓഫ് എ തേർഡ് പാർട്ടി, ഇപ്പോൾ 2 പേര് നമ്മൾ കോൺട്രാക്റ്റ് ഏർപ്പെടുന്നു, മറ്റൊരു തേർഡ് പാർട്ടി അതിൽ എന്താണ് ഉണ്ടെന്ന് കരുതുക. മറ്റൊരാൾ എന്താണ് ഇപ്പോൾ ഇയാൾ, അതായത് ഇപ്പോൾ 2 പേര് തമ്മിലാണ് എന്ത് കോൺട്രാക്റ്റ്. അപ്പോൾ ഇയാൾ എന്തെങ്കിലും കൊടുത്താലാണ് ഇയാൾക്ക് എന്ത്, ഇയാളുടെ കയ്യിലാണ് സാധനം, ഇത് വാങ്ങിത്തരാന്നുള്ളതാണ് ഇവർ തമ്മിൽ. ഇയാളുടെ കയ്യിലുള്ള സാധനം ഇയാൾക്ക് കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് തേർഡ് പാർട്ടിയാണ്, ഇവർ തമ്മിലാണ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇയാൾ അത് ഇയാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇയാൾ അറിയേണ്ട വിഷയമല്ല. ഇയാൾക്കെതിരെ കേസ് കൊടുക്കാം. ഈ വിൽ ഗെറ്റ് ഡിസ്ചാർജ്. ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ക്യാഷോ എന്തെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇയാളത് തിരിച്ചു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ചില കച്ചവടത്തിലൊക്കെ ഈ തേർഡ് പാർട്ടീസ് ഏജൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഫെയിലിയർ ഓഫ് വൺ ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ഇമ്പോസിബിലിറ്റി കംപ്ലീറ്റ് ഇമ്പോസിബിലിറ്റി ആണെങ്കിലേ നമ്മൾ എന്താണ് അത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഏതെങ്കിലും ചില സംഗതി നടക്കില്ല എന്ന് തോന്നിയാൽ എന്താണ് കോൺട്രാക്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇമ്പോസിബിലിറ്റി. അയാൾ തന്നെ ഇമ്പോസിബിലിറ്റി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അയാൾ തന്നെ ഈ സാധനം പെയിൻറ്റിങ് കൊടുക്കാൻ താല്പര്യമില്ലാണ്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എന്താണ് അങ്ങനെ സെൽഫ് ഇൻഡ്യൂസിങ് ഇമ്പോസിബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺട്രാക്റ്റ് നമുക്ക് എന്താണ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അത് മുന്നോട്ടേക്ക് പോകാൻ വേണം.